ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുളിയവര കൊണ്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ പുളിയവര ഞാനത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം ഒന്ന് വറക്കുക, അതിനുശേഷം കുക്കറിലൊരു 4-5 വിസിലിട്ടാലേ അത് വെന്ത് വരുള്ളൂ കേട്ടോ. പിന്നെ ഇത് മാങ്ങയാണ് ഞാൻ ഇതിലൂടെ ഇടുന്നത്. മാങ്ങ, പിന്നെ തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകവും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിടണം കേട്ടോ. അപ്പോൾ അതിന് നമുക്കൊരു 3 പച്ചമുളക് കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിപ്പൊടി ഇട്ടു കേട്ടോ. ഇത്ര ആഡ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് കേട്ടോ ഉണ്ട് കേട്ടോ. ഉപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കാം, വെയിറ്റ് ചെയ്യാം. കറി ചെയ്തിട്ട് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മാങ്ങ ഇടാം കേട്ടോ. വെച്ച മാങ്ങ ഞാൻ അതിലേക്ക് ഇടുന്നു. ഒരു മാങ്ങ, അതല്ലെങ്കിൽ പിന്നെ ഒരു മീഡിയം സൈസിൽ 2 മാങ്ങ, നമ്മുടെ പുളി അനുസരിച്ചിട്ടോ. മാങ്ങയാണ് ഇടുന്നത്, പുളി ചേർക്കുന്നില്ല കേട്ടോ. ഏകദേശം വെന്തോട്ട് നമുക്ക് അരപ്പിടാം. ഇനി കടുക് വറക്കാം കേട്ടോ. കടുകും ഉലുവയും വെളുത്തുള്ളിയും ചമ്മന്തിയും കപ്പലമുളകുമാണ് കേട്ടോ നമുക്ക് അതിലേക്ക് ആവശ്യം. കപ്പലമുളക്, ഉണക്കമുളക് പറയുന്നത്, കറിവേപ്പില അതുകൂടെ അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. കറിയിലേക്ക് ഇതാ കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ കറി റെഡിയായി. നമുക്കിനി ഊണ് വയ്ക്കാം.